സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കീൻസ് കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻസ് ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ രണ്ട് മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷനാണ് ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നത്, മെഗ്നീഷ്യം ആയിട്ടുള്ളതും സോഡിയം ആയിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് വിത്ത് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം. വേറെ മെറ്റൽസുമായിട്ടൊക്കെയുള്ള റിയാക്ഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ വെൻ ആൽക്കിൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ലൈക്ക് മെഗ്നീഷ്യം, sodium, etc. Sometimes there will be a bond formed between carbon and metal. ഇങ്ങനെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബണും മെറ്റലുമായിട്ടുള്ള ബോണ്ടുകൾ ഫോം ചെയ്യും. There will be formation of bonds between carbon and metal. Such compounds are known as organometallic compounds. Organometallic compounds. So what are organometallic compounds? The compounds in which there is a bond between carbon and the metal atom is known as organometallic compounds. ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നതിൽ ചിലത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം. അപ്പോൾ RX ഹാലോ ആൽക്കീൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. RX പ്ലസ് Mg മെഗ്നീഷ്യം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഡ്രൈ ഈതർ സോൾവെൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടുത്തെ റിയാക്ഷൻ മീഡിയമായിട്ട് എടുത്തുകൊണ്ട് ഹാലോ ആൽക്കീൻ മെഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് RMgX. RMgXനെ നമ്മൾ എന്ത് പറയാം? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. എന്താ പറയുക? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഈ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് കെമിസ്ട്രിയിൽ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് കെമിസ്ട്രിയിൽ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗ്രിഗ്നേർഡ് റിയേജൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രിഗ്നേർഡ് റിയേജൻ്റ് because it was invented by a famous scientist, Victor Grignard. Okay, so what are Grignard reagents? Grignard reagents are alkyl magnesium halides. When alkyl halides react with magnesium in the presence of dry ether, Grignard reagents are formed. Okay, ഇനി എന്താണ് Grignard reagentsന്റെ പ്രത്യേകത? വളരെ സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് റിയേജൻ്റ് ആണ്. സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തുടങ്ങി കുറേ അധികം കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളതിനെയാണ് സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് റിയേജൻ്റ് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രിഗ്നർ റിയേജൻ്റെ കണ്ടുപിടുത്തത്തിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഗ്രിഗ്നർ റിയേജൻ വി ക്യാൻ പ്രിപ്പയർ സോ മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൽ പല റിയാക്ഷൻസും നിങ്ങൾ അടുത്ത് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രിഗ്നർ റിയേജൻ്റ് എന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ പറയണം ഗ്രിഗ്നർ റിയേജൻസ് ആർ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്സ്. ദേ ആർ പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് വിത്ത് മെഗ്നീഷ്യം ഇൻ ഡ്രൈ ഈതർ മീഡിയം. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് സിന്തറ്റിക് റിയേജൻസ്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഗ്രിഗ്നർ റിയേജൻ വി ക്യാൻ പ്രിപ്പയർ സോ മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു ജനറൽ റിയാക്ഷനാണ് എഴുതിയത്. നമ്മളൊരു പർട്ടിക്കുലർ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ CH3CH2Br പ്ലസ് Mg, ബ്രോമോ ഈത്തേൻ പ്ലസ് മെഗ്നീഷ്യം. അപ്പോൾ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3CH2MgBr. CH3CH2MgBr എന്നുള്ള പ്രൊഡക്റ്റാണ് കിട്ടുക. ഈത്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് വിച്ച് ഇസ് എ ഗ്രിഗ്നേർഡ് റിയേജൻ്റ്. ഇനി നമ്മൾ പറഞ്ഞു ഗ്രിഗ്നേർഡ് റിയേജൻ്റ് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഒരു റിയാക്ഷൻ മാത്രമാണ് ഇവിടെ നിങ്ങളുടെ ഈ ഘട്ടത്തിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബാക്കിയൊക്കെ വരുന്ന ലെസണുകളിൽ പലതിലും നിങ്ങൾ ഗ്രിഗ്നർ റിയേജൻ്റെ റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഗ്രിഗ്നർ റിയേജൻസ് റിയാക്ട് വിത്ത് റിയാക്റ്റൻസ് ഓർ റിയേജൻസ് വിച്ച് കണ്ടെയ്ൻ ആക്റ്റീവ് പ്രോട്ടോൺ സച്ച് ആസ് വാട്ടർ, ആൽക്കഹോൾ, amines etc. to form hydrocarbons. ആക്റ്റീവ് ഹൈഡ്രജൻസ് ഉള്ള അല്ലെങ്കിൽ പ്രോട്ടോണിനെ കൊടുക്കാൻ കഴിവുള്ള വാട്ടർ, അതുപോലെ തന്നെ
ആൽക്കഹോള്, അമീൻസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലിറ്റ്നർ റിയേജൻസ് എന്ത് പ്രോഡക്റ്റ് തരും? ഹൈഡ്രോ കാർബൺ എന്നുള്ള പ്രോഡക്റ്റ് തരും. അപ്പം RX പ്ലസ് H2O, RX പ്ലസ് H2O. അപ്പം എന്താവും? RH, ഈ ആറിൻ്റെ കൂടെ അവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണോ അതിൻ്റെ കൂടെ H ആഡ് ചെയ്യും, പ്ലസ് ബാക്കി എന്താണ്? H ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ RMgX പ്ലസ് H2O അല്ലെ, ഗ്ലിറ്റ്നർ റിയേജന്റ് ഈസ് RMgX പ്ലസ് H2O. അപ്പം ഇതിൻ്റെ H ഇങ്ങോട്ട് വരും, RH. ബാക്കി എന്താണ്? MgOH, മെഗ്നീഷ്യം ഹൈഡ്രോക്സി ഹാലൈഡ്. ഓക്കെ, ഹിയർ ആൾസോ വെൻ വി റൈറ്റ് എ പർട്ടിക്കുലർ ഗ്ലിറ്റ്നർ റിയേജന്റ് CH3MgI, ഇങ്ങനെ ഒരു ഗ്ലിറ്റ്നർ റിയേജന്റ് എഴുതുകയാണ്. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. CH3MgI എന്ന് പറയുന്ന ഗ്ലിറ്റ്നർ റിയേജന്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ H ഇങ്ങോട്ട് CH3യുടെ കൂടെ പോകും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താ കിട്ടുക? മീറ്റെയിൻ. പ്ലസ് സൈഡ് പ്രൊഡക്റ്റ് എന്താണ്? MgOHI. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഗ്ലിറ്റ്നർ റിയേജന്റ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോകാർബൺ. സോ ദിസ് ഈസ് എ കൺവീനിയന്റ് മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് എ ഹാലോ ആൽക്കീൻ ഇൻടു ഹൈഡ്രോകാർബൺ. ഹാലോ ആൽക്കീനെ ഹൈഡ്രോകാർബൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഇത്. അതായത് ആദ്യം എന്ത് ചെയ്യണം? ഹാലോ ആൽക്കീനെ ഗ്ലിറ്റ്നർ റിയേജന്റ് ആക്കണം, പിന്നെ ഗ്ലിറ്റ്നർ റിയേജന്റിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണം. ഡയറക്റ്റ് മെത്തേഡ് അല്ല. ആദ്യം ഹാലോ ആൽക്കീൻസ് ആർ റിയാക്റ്റഡ് വിത്ത് മെഗ്നീഷ്യം ടു ഫോം ഗ്ലിറ്റ്നർ റിയേജന്റ്, then ഗ്ലിറ്റ്നർ റിയേജന്റ്സ് ആർ റിയാക്റ്റഡ് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോകാർബൺ. ഇങ്ങനത്തെ ഹൈഡ്രോകാർബൺ കിട്ടുക ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണോ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ CH3 ആയപ്പോൾ CH4 കിട്ടി, CH3 CH2 ആണെങ്കിൽ ഈത്തേൻ കിട്ടും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിയാക്ഷൻ വിത്ത് മെഗ്നീഷ്യം എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത മെറ്റൽ റിയാക്ഷൻ വിത്ത് സോഡിയം. എങ്ങനെയാണ് ഹാലോ ആൽക്കീൻസ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? റിയാക്ഷൻ വിത്ത് സോഡിയം. ഇത് നിങ്ങൾ ആൾറെഡി ലാസ്റ്റ് ഇയർ പഠിച്ച ഒരു റിയാക്ഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ലാസ്റ്റ് ഇയർ ഹൈഡ്രോകാർബൺസ് എന്നുള്ള ലെസണിൽ ആൽക്കീൻസിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പഠിച്ചപ്പോൾ ഹൗ വിൽ യു പ്രിപ്പയർ ആൽക്കീൻസ് ഫ്രം ഹാലോ ആൽക്കീൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ നെയിം റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. എന്താണത്? വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹാലോ ആൽക്കീൻസ് react with sodium in the presence of dry ether to form alkanes containing double the number of carbon atom compared to the starting alkyl halide. ഇവിടെ 2R ഉണ്ടല്ലോ. അപ്പോൾ ഈ R തമ്മിൽ, അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിട്ട് ഹയർ ആൽക്കൈൻ ഉണ്ടാവും, പ്ലസ് 2NaX. പർട്ടിക്കുലർ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ 2CH3I plus 2Na, 2CH3I plus 2Na in the presence of dry ether, we will get a CH3 plus 2NaI. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റ് റിയാക്ടൻ്റ് എന്തായിരുന്നു? അയഡോ മീതെയിൻ ആയിരുന്നു. പ്രൊഡക്റ്റ് എന്താണ്? ഈതെയിൻ ആണ്. അയഡോ മീതെയിനിൽ ഒരു കാർബണാറ്റേ ഉള്ളൂ, ഈതെയിനിലോ 2 കാർബണാറ്റം ഉണ്ട്. ഇങ്ങനെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കാം. ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കീൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം പ്രൊപ്പെയിൻ ഒരു ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കീനാണ് അല്ലേ? അപ്പോൾ പ്രൊപ്പെയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കേണ്ടി വരും? മിക്സ്ചർ ഒരെണ്ണം CH3 ഉള്ളതും മറ്റത് C2H5 ഉള്ളതും എടുക്കേണ്ടി വരും. പ്ലസ് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യവും, സോഡിയം വേണം, ഡ്രൈ ഈതർ വേണം. അപ്പോൾ നമുക്ക് പ്രൊപ്പെയിൻ കിട്ടുമെങ്കിലും പ്രൊപ്പെയിൻ്റെ കൂടെ വേറെ ചില പ്രോഡക്റ്റും കൂടെ കിട്ടും. ഒരെണ്ണം പ്രൊപ്പെയിനാണ് കിട്ടുക, CH3 C2H5. ഒപ്പം തന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ തന്നെ ഈ CH3യുടെ തന്നെ 2 മോളിക്യൂൾ റിയാക്ട് ചെയ്തിട്ട് ഈത്തേൻ കിട്ടും, ഇതിൻ്റെ 2 മോളിക്യൂൾ റിയാക്ട് ചെയ്തിട്ട് ബ്യൂട്ടേൻ കിട്ടും. അപ്പോൾ നമുക്ക് 3 പ്രൊഡക്റ്റ് കിട്ടും, പ്ലസ് സൈഡ് പ്രൊഡക്റ്റ് ആയ 2Na ആയി. അപ്പോൾ 3 പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് കിട്ടുക? ഒന്ന് പ്രൊപ്പെയിൻ, ഒന്ന് ഈതെയിൻ, ഒന്ന് ബ്യൂട്ടീൻ. ഓക്കെ, അപ്പോൾ മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആണ് കിട്ടുക. മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടിയ എന്താ കുഴപ്പം? നമുക്ക് ആവശ്യമുള്ള പ്രൊപ്പെയിൻ മാത്രമായിട്ട് കിട്ടില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണയായിട്ട് വുഡ്സ് റിയാക്ഷൻ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. വുഡ്സ് റിയാക്ഷൻ ഈസ് ജനറലി എംപ്ലോയ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ബട്ട് we
generally don't prefer Wood's reaction to prepare alkanes containing odd number of carbon atom. അപ്പോൾ ഈ കേസിൽ നോക്കൂ എന്തൊക്കെയാണ് കിട്ടുക, C2H5CH3, അതായത് നമ്മൾ ആഗ്രഹിച്ച പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ അത് മാത്രമല്ല കിട്ടുക, പ്ലസ് എന്ത് കിട്ടും, ഈത്തേൻ കിട്ടും, CH3CH3 പ്ലസ് ഒന്നും കൂടെ കിട്ടും, C2H5 അതായത് ബ്യൂട്ടൈൻ പ്ലസ് ദ സൈഡ് പ്രൊഡക്റ്റ് NaN. ഓക്കെ, അപ്പോൾ എന്താണ് വുഡ്സ് റിയാക്ഷൻ? വെൻ ആൽക്കൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് sodium in the presence of dry ether, higher alkanes are formed with a doubled number of carbon atoms compared to the reactant alkyl halide. Reactant alkyl halide ഉണ്ടായിരുന്നതിനേക്കാളും ഡബിൾ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഹൈഡ്രോകാർബണിൽ ഉണ്ടാവും. അതുകൊണ്ട് സാധാരണ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനാണ് വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ വുഡ്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ഇനി വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത സെക്ഷനിലാണ് പഠിക്കുന്നത്. അതായത് റിയാക്ഷൻ ഓഫ് ഹാലോഅരീൻസ് എന്നുള്ള അടുത്ത സെക്ഷനിൽ. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ഹാലോ ആൽക്കീൻസിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ചെറിയ ടോപ്പിക് ആണെങ്കിലും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗ്ലിഗ്നർ റിയേജൻസിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ വാട്ട് ആർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ഗ്ലിഗ്നർ റിയേജൻ്റ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എക്സാമ്പിളാണ്. കാരണം അതിൽ RMgX എന്ന് പറയുമ്പോൾ CH3MgX എന്ന് പറയുമ്പോൾ അവിടെ കാർബണും മെറ്റലും തമ്മിലുള്ള ബോണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, വുഡ്സ് റിയാക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് റിയാക്ഷൻസ് ഓഫ് ഹാലോ അരീൻസ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തേക്ക് ബൈ.